നമസ്കാരം. കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് പോലെയാണ് അന്തം കമ്മികളുടെ കാര്യം. അവരുടെ നേതാക്കളെയോ അവരുടെ സർക്കാരിനെയോ പാർട്ടിയെയോ ഒക്കെ വിമർശിച്ചാൽ എന്തിന് മൂന്നാം കിട അന്തം കമ്മികളെപ്പോലും വിമർശിക്കുകയോ അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ അവരെ അധിക്ഷേപിക്കുക സമൂഹ മാധ്യമത്തിലൂടെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞു വരുത്തുക, പെണ്ണുകേസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഈ അന്തം കമ്മികളുടെ ഒരു ശൈലി. അതുകൊണ്ടാണ് എപ്പോഴും അവരെ പലരും അറപ്പോടെ മാറ്റി നിർത്തുന്നത്. എല്ലാവരെയും അല്ല പറയുന്നത്, സമൂഹ മാധ്യമത്തിൽ കിടന്ന് മെഴുകുന്ന, രാവിലെ എഴുന്നേറ്റാൽ പല്ലുപോലും തേക്കാതെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് മറ്റുള്ളവരെ തെറിവിളിക്കാനും അവരെക്കുറിച്ച് അപരാധം പടച്ചുവിടാനും ഉള്ള കുറേ അന്തം കമ്മികളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവരൊക്കെ മാന്യമായി ജോലി ചെയ്യുന്നവരാണ്, മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള മൂന്നാം കിട അതിനേക്കാളും താഴ്ന്ന അന്തം കമ്മികളെയാണ്. ഈ അന്തം കമ്മികളൊക്കെ 4-ാം തീയതി ഫലമറിഞ്ഞതിനു ശേഷം വല്ലാത്ത നിരാശയിലായിരുന്നു. 3-ാം തീയതി വരെ ഈ മണ്ടന്മാർ കരുതിയിരുന്നത് പിണറായി സർക്കാർ 3-ാം വട്ടവും അധികാരത്തിൽ വരും, പിന്നീട് നമുക്കങ്ങോട്ട് അർമാദിക്കാമല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് 4-ാം തീയതി കനത്ത പരാജയം LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൻ്റെ രോഷം അവർ തീർത്തത് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപരാധങ്ങൾ പറഞ്ഞും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്നൊക്കെ ഉള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയാണ്. എന്തായാലും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ അന്തം കമ്മിണികൾ പോലും പറഞ്ഞിരുന്ന ഒരു കാര്യം, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ബസ്സിൽ സൗജന്യ യാത്രയാണ് എന്നുള്ള കാര്യമാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബസ്സിൽ കയറി കുറച്ചൊക്കെ സഞ്ചരിക്കാൻ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, പല കാര്യത്തിൽ പോകാൻ, അമ്മായിയുടെ വീട്ടിൽ പോകാൻ, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകാൻ, ഇത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പല പോസ്റ്റുകളും അന്തം കമ്മികളും കമ്മിണികളും ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം നടന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത് KSRTC ബസ്സുകളിൽ അടുത്ത മാസം 15 മുതൽ, അതായത് ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കുമെന്നാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. അത് അദ്ദേഹം പിന്നീട് പറയുമെന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. എങ്കിൽ പോലും അവർ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരുന്ന 5 വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു പദ്ധതി എന്തായാലും അവർ ഇന്ന് തന്നെ അത് ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അത് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ അന്തം കമ്മിണികൾ ഈ സൗജന്യ യാത്ര കൊടുക്കുന്ന ബസ്സുകളിൽ കയറില്ലായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് ഇനിയിപ്പോൾ കാശ് കൊടുത്തു പോകാം. എന്തായാലും ഈ VD സതീശൻ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ഈ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കാശ് കൊടുത്തേ പോവുള്ളൂ, ഞങ്ങൾ അന്തസ്സുള്ളവരാണ് എന്ന് പറയുമോ എന്നറിയില്ല. എന്തായാലും ഈ അന്തം കമ്മികൾക്ക് ഇപ്പോൾ ഒരു മറുപടി ഇല്ലാതായിരിക്കുകയാണ്. അവരെന്നല്ല ആരും വിചാരിക്കില്ല ഇത്തരത്തിൽ ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് അന്ന് മന്ത്രിസഭായോഗം കൂടി അന്ന് തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടപ്പിലാക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. അവരൊക്കെ കണ്ടു ശീലിച്ചത് പിണറായി വിജയനെ പോലെയുള്ള പഴയ വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണെന്ന് കരുതുന്ന നേതാക്കളെ പോലെയാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ള രീതിയിലുള്ള നേതാക്കളെ മാത്രമേ അവരൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പറഞ്ഞാൽ വാക്കുപാലിക്കുന്ന നേതാക്കളെയൊന്നും അവർ കണ്ടിട്ടില്ല. പൊതു ഖജനാവിൽ നിന്ന്, ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പൊതു ഖജനാവിൽ നിന്ന് ഉണ്ടായിരുന്ന ചില്ലറകൾ പോലും ട്രൗസറിൻ്റെ പോക്കറ്റിൽ വാരി നിറച്ചു കൊണ്ടുപോയ ആളാണ് പിണറായി വിജയൻ. അങ്ങനെ വരുമ്പോൾ പട്ടി നക്കിയ മീൻചട്ടി പോലെയാണ് നമ്മുടെ പൊതു ഖജനാവ്. ഇത് എല്ലാവർക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി, കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്തു, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷങ്ങൾ ധൂർത്തടിച്ചത്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ എടുത്ത് ധൂർത്തടിച്ച വായ്പകളൊക്കെ ഇനി വരുന്ന സർക്കാരാണ്, ഇപ്പോഴത്തെ UDF സർക്കാരാണ് തിരിച്ചടക്കേണ്ടത് എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുള്ള പോംവഴി എന്തായാലും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ കോൺഗ്രസ്സുകാർ. അത്തരത്തിൽ ഉള്ള ഒരു അലംഭാവമൊന്നും അവർ കാണിക്കാറില്ല. എന്തായാലും ഇന്നേ ദിവസം തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനും പ്രധാനപ്പെട്ട ആ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചത് വലിയൊരു വിജയമാണ് UDF സർക്കാരിൻ്റെ. അതുമാത്രമല്ല ഈ ആശാ വർക്കർമാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് രാത്രിയും പകലുമെന്നില്ലാതെ സമരം നടത്തിയവരാണ്. മുടി മുണ്ഡനം ചെയ്തും പട്ടിണി കിടന്നും ശവപ്പെട്ടിയിൽ കിടന്നും ഏതെല്ലാം രീതിയിൽ അവർ സമരം നടത്തി. പക്ഷേ അതൊന്നും കാണാനുള്ള കാഴ്ചശക്തി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇല്ലായിരുന്നു. അത് അവർക്കും 3000 രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അവരുടെ ഓണറേറിയത്തിൽ. അതുമാത്രമല്ല ആയമാർക്ക് 1000 രൂപ, പ്രൈമറി ടീച്ചർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാചക തൊഴിലാളികൾക്ക് 1000 രൂപ ആദ്യപടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് വീണ്ടും വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 3000 രൂപ വെച്ച് ഒരു ആശാവർക്കർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ എത്ര പേർ ആ ഒരു തീരുമാനത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. തുച്ഛമായിട്ടുള്ളൊരു തുകയാണ്.
ഒരുപക്ഷെ ഈ ആശാവർക്കർമാരുടെ സമരം കണ്ടില്ല എന്ന് നടിച്ചിരുന്നില്ലെങ്കിൽ അവർ അതിനൊരു പരിഹാരം കണ്ടിരുന്നെങ്കിൽ അന്ന് 3000 രൂപ ഇന്ന് 3000 രൂപ വർദ്ധിപ്പിച്ചത് അന്നൊരു 1000 രൂപ വർദ്ധിപ്പിച്ചാൽ പോലും അവരൊരു പക്ഷേ വഴങ്ങുമായിരുന്നു ആ സമരത്തിൽ നിന്ന് പിന്മാറാൻ. അതൊന്നും ചെയ്യാതെ ഞാനാണ് വലിയവൻ, എൻ്റെ മുന്നിൽ ഒരുത്തനും അങ്ങനെ തല ഉയർത്തി നിൽക്കണ്ട എന്നുള്ള ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോയതാണ് പിണറായി വിജയൻ എന്ന് വീട്ടിലിരിക്കാൻ കാരണം. എന്തായാലും ഇന്നത്തെ ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ്. ഒരു കാര്യം കൂടി എനിക്ക് അന്തം കമ്മിണികളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അല്പമെങ്കിലും നിങ്ങൾക്ക് മര്യാദയും മാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ UDF സർക്കാർ തരുന്ന ഈ ഔദാര്യം, അതായത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാം എന്നുള്ള ഔദാര്യം നിങ്ങൾ കൈപ്പറ്റരുത്. ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ സഖാക്കളാണ് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊടുത്ത് ഞങ്ങൾ KSRTCയിൽ യാത്ര ചെയ്തു കൊള്ളാം എന്ന് അന്തം കമ്പനികൾ പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. പക്ഷേ അത് പറയില്ല. അതിന് പകരം പറയുന്നത് ഇതൊക്കെ സർക്കാരിൻ്റെതല്ലേ, ആ സർക്കാരിൻ്റെ പണം ഞങ്ങളുടേതും കൂടിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കും എന്ന് മാത്രമേ അവരുടെ ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം തന്നെ അവർ പറയും. എന്തായാലും ഇന്നത്തെ ഈ തീരുമാനം ലക്ഷക്കണക്കിന് പേർക്ക് സന്തോഷമുണ്ടാക്കുന്നതും അന്തം കമ്മികളുടെയും ചെകിട്ടത്ത് കിട്ടിയ അടിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.